കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷം. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയിരുന്നു. നേതാക്കൾക്കടക്കം മർദ്ദനമേൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഇന്ന് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. കണ്ണൂരിൽ SP ഓഫീസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി എത്തുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഇരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതിലാണിപ്പോൾ വലിയ സംഘർഷം നടക്കുന്നത്. വലിയ പ്രതിഷേധ റാലിയായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ SP ഓഫീസിലേക്ക് എത്തിയത്. പ്രതിഷേധത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവിടെ നിന്ന് മാറാതെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം ഉണ്ടായത്. PV അൻവർ MLA വെളിപ്പെടുത്തലുകളെ തുടർന്ന് MR അജിത് കുമാറിനെയും സുജിത് ദാസിനെയും സസ്പെൻഡ് ചെയ്യണമെന്ന് അടക്കമുള്ള ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും അത് ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം മാത്രമാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ തീരുമാനം പുറത്തു വന്നത്. അതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ പ്രതിഷേധം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പോലീസ് മർദ്ദനത്തിന് ഇരയായി. അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ളവർക്ക് നേരെ പോലീസ് മർദ്ദനമുണ്ടായി. അതിനെ തുടർന്ന് പോലീസിന്റെ ഇന്നലത്തെ സമീപനം ക്രൂരമായിരുന്നു എന്നുള്ളത് ആരോപിച്ചുകൊണ്ട് ആ നടപടിക്കെതിരെയാണ് ഇപ്പോൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ SP ഓഫീസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ്. കണ്ണൂർ SP ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിഷേധ പ്രകടനമായെത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. എന്നിട്ടും പോകാതെ അവിടെ തുറന്ന ആളുകളെയാണ്, പ്രതിഷേധക്കാരെയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കുകയും വാഹനത്തിലേക്ക് എത്തുകയും ചെയ്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളെ കാണാം. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. ഞങ്ങളുടെ സമരം അവസാനിപ്പിച്ചായി പ്രഖ്യാപിക്കുന്നു.
ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഫെലിക്സ്, പോലീസുമായുള്ള സംഘർഷം, ജലപീരങ്കി പ്രയോഗം, അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സമരം അവസാനിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ പോലീസ് വാഹനത്തിൽ കുറച്ച് പ്രവർത്തകരെ കയറ്റി അവരെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ വാനിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധത്തിന് അല്പമായി ഉണ്ട് എന്ന് പറയാം. കാരണം ഈ മാർച്ച് ഇവിടേക്ക് എത്തിയ സമയത്ത് ഈ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ അകത്തേക്ക് കിടക്കാൻ ഒരു ശ്രമം നടത്തി. അത് പോലീസ് തടഞ്ഞുകൊണ്ട് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റുള്ള പ്രവർത്തകർ എസ് ഓഫീസിന്റെ സമീപത്ത് നിന്ന് മാറി മറ്റൊരിടത്തേക്ക് ഒരു മാർച്ചായി പോവുകയാണ്. ശക്തമായ പ്രതിഷേധം, പ്രത്യേകിച്ചും ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ പോലീസ് നടപടി, അതിൽ ശക്തമായ പ്രതികരണമാണ് KPCC പ്രസിഡന്റ് സുധാകരന്റെ ഭാഗത്തുമുണ്ടായത്. അതുകൊണ്ട് KPCC പ്രസിഡന്റിന്റെ നാട്ടിൽ അതിശക്തമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധം മാർച്ചായി മാറി മറ്റൊരിടത്തേക്ക് പ്രതിഷേധമായി നീങ്ങുകയാണ്. വലിയ പ്രതിഷേധം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. പോലീസ് പരമാവധി സംയമനം പാലിച്ചു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കിടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തുടക്കത്തിൽ ഉണ്ടായത്. അങ്ങനെയാണ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ച് പിന്നീട് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒരു പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം നടത്തി. കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ ബാക്കിയുള്ള പ്രവർത്തകരാണ് ഈ പോലീസ് വാനിന് മുൻപിൽ കിടന്ന് പ്രതിഷേധിച്ചത്. ഇപ്പോൾ ഏതായാലും വാഹനത്തിലുള്ള പ്രവർത്തകരെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നീക്കിയിട്ടുണ്ട്. മറ്റുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ചായി നീങ്ങുന്നത്. ഒരുപക്ഷെ ദേശീയപാത ഉപരോധിക്കാനുള്ള സാധ്യതയടക്കം പോലീസ് കാണുന്നുണ്ട്. വൻ പോലീസ് സന്നാഹം തന്നെ നിലയുറപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും KPCC പ്രസിഡന്റ് നാട് കൂടിയായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയത്. ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നലെ ഉണ്ടായ പോലീസ് നടപടി, അതിൽ അഭിനന്ദിക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ്. ഒരു വാഴയുമായി എത്തി വാഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ പതിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെയും ഒപ്പം തന്നെ പോലീസ് നടപടിക്കെതിരെയും അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ്. SP ഓഫീസിന്റെ സമീപത്തു നിന്നും കാൽടെക്സിലേക്കാണ് ഇപ്പോൾ മാർച്ചായി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചായി മാറുന്നത്. ഒരുപക്ഷെ കാൽടെക്സിന്റെ അവിടെ ദേശീയപാത ഉപരോധിക്കാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങളിലേക്ക് മാറുകയാണെങ്കിൽ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കാൻ വൻ പോലീസ് സന്നാഹം നേരത്തെ SP ഓഫീസിന്റെ സമീപത്തുണ്ടായിരുന്ന കൂടുതൽ പോലീസ് സേന ഈ കാൽടെക്സ് ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും അത് നിരവധി വാഹനങ്ങൾ ഉള്ളൊരു സമയത്താണ് അതൊരു ഉപരോധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. പഞ്ചാബ് പ്രവർത്തകർ അടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആ സമയത്ത് ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത സമയത്താണ് ഈ പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് വീണ്ടും നീങ്ങുകയും ആ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ SP ഓഫീസിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പോലീസ് പ്രതിഷേധക്കാരെ നേരിടാൻ വേണ്ടി ബാരിക്കേഡ് ഒരുക്കിയിരുന്നു. ഇന്നലെ തന്നെ പ്രഖ്യാപിച്ച സമരമാണ്. ബാരിക്കേഡ് മറികടന്ന് SP ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായതിനെ തുടർന്നാണ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷവും അവിടെ കുത്തിയിരുന്ന പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമത്തിനിടയിലാണ് സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോവുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തിയത്. ശേഷം മുദ്രാവാക്യം വിളിയുമായി അവർ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് വിപുലമായ പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. സംസ്ഥാന നേതാക്കൾക്ക് എതിരെ അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ മർദ്ദനമുണ്ടായതിന്റെ പേരിൽ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും പോലീസിന്റെ അതിക്രമം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ കണ്ണൂർ SP ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഫെലിക്സ്, ഇന്ന് പോലീസിന്റെ സമീപനം എന്തായിരുന്നു? പോലീസ് കുറേയധികം സമീപനം പാലിച്ചു എന്നാണ്. പക്ഷേ ഈ പ്രവർത്തകർ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തുടക്കത്തിൽ തന്നെ 1-2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ ജില്ലാ പ്രസിഡന്റ് സുധീർ ജെയ്സിനെ അടക്കം അവിടെ നിന്നും പിടിച്ച് മാറ്റാൻ ഒരു ശ്രമം നടത്തി. അതാണ് ഒരു സംഘർഷത്തിലേക്ക് ആദ്യഘട്ടത്തിൽ മാറിയത്. അതായത് അതൊരു വലിയ രീതിയിൽ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടൊരു മുൻകരുതൽ നടപടി എന്ന രീതിയിലാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അത്
പ്രവർത്തകർ പ്രതിരോധിക്കുകയും അത് ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയുമാണ് ചെയ്തത്. ഏതായാലും ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആ പ്രതിഷേധം പ്രത്യേകിച്ചും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് ആദ്യം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ ഏതായാലും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോവുകയാണ്. അവർ DCCയിലേക്ക് മാർച്ചായി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഉണ്ടായ സംഘർഷത്തിന് ഇപ്പോൾ വലിയ രീതിയിൽ അയവ് വന്നിട്ടുണ്ട്. നേരത്തെ വലിയ സംഘർഷ സാധ്യതയുണ്ടായിരുന്നു. മാത്രമല്ല ഈ കുറച്ച് പ്രവർത്തകർ അവിടെ നിന്നും പോലീസ് വാനിൽ കയറ്റി പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ അല്പം അയവ് വന്നിട്ടുണ്ട് സംഘർഷത്തിന്. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷം മാറി ഇപ്പോൾ പ്രവർത്തകർ സമാധാനം മാർച്ച ഇപ്പോൾ ഈ കണ്ണൂർ DCC ഓഫീസിലേക്ക് പോവുകയാണ്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ SP ഓഫീസുകളിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി പ്രയോഗിച്ചു. ശേഷം അവിടെ നിന്ന് പോലീസ് ബലം ഉപയോഗിച്ച് അവിടെ നിന്ന് പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി. സമരം അവസാനിപ്പിച്ച് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക്